അങ്ങനെ രണ്ടാം സെമസ്റ്റർ വാലുവേഷൻ ഇന്നലെ ജനുവരി 29 മുതൽ തുടങ്ങി. പലപ്പോഴും കിട്ടുന്ന അറിവനുസരിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾ ഓർക്കേണ്ടതാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇപ്പോഴും പല വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ എഴുതുന്നില്ല. ഒന്ന്, ഇതിനെ ഒരു ആവർത്തി വായിച്ച് നോക്കുന്നില്ല, മെയിൻ പോയിൻറ്റ്സിൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്യുന്നില്ല, കോൺസെപ്റ്റ് മാപ്പിംഗ്, മൈൻഡ് മാപ്പിംഗ് തുടങ്ങിയിട്ടുള്ള എഡ്ജ് പോയിൻ്റ്, മാർക്ക് കിട്ടാവുന്ന എഡ്ജ് പോയിൻ്റുകൾ നിങ്ങൾ ഉൾപ്പെടുത്തുന്നില്ല. പിന്നെ പലരും ചോദിച്ചൊരു കാര്യമാണ് വാല്യുവേഷൻ ലിബറൽ ആണോ എന്ന്. നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വായിക്കുമ്പോൾ കോംപ്രിഹെൻഡ് അഥവാ മനസ്സിലാവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അധ്യാപകർ മാർക്ക് തന്നിട്ടുണ്ട്. ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമാണ്, എന്നാൽ ജയിക്കുന്ന കാര്യത്തിൽ പല വിദ്യാർത്ഥികളും പലപ്പോഴായി മറന്നു പോകുന്നത് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാതെ വരുമ്പോഴാണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ എഴുതിയാൽ തന്നെ ജയിക്കാനുള്ള മാർക്ക് ചിലപ്പോൾ കിട്ടിയേക്കാം. അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ എഴുതിയിരുന്നെങ്കിൽ നന്നായേനെ എന്ന് തോന്നിപ്പോയി. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഭാവിയിലുള്ള പരീക്ഷകൾ വരുമ്പോൾ ശ്രദ്ധിക്കുക, അതിനനുസരിച്ച് എഴുതാൻ നോക്കുക. രണ്ടാം സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ട് ഫെബ്രുവരി മാസം അവസാനത്തോടു കൂടി വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാത്തിരിക്കാം. പുതിയ അപ്ഡേറ്റുകൾക്കായി ഇതുമായി റിലേറ്റ് ചെയ്യുന്ന പുതിയ വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.